തൃശൂർ വടക്കാഞ്ചേരിയുടെ മണ്ണിൽ 200 മേനി വിളവ് നൽകി വെസ്റ്റ് ബംഗാൾ നിലീനം ലാൽ ഗോഡ്ര. ആത്മാ പദ്ധതി പ്രകാരം യുവ കർഷകൻ നാസർ മങ്കര നടത്തിയ പരീക്ഷണ കൃഷിയാണ് വൻ വിജയം കണ്ടത്. വടക്കാഞ്ചേരി മേലേതിൽ പാടശേഖരത്തിൽ ഇറക്കിയ കൃഷിയുടെ കൊയ്ത്തുത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. 120 ദിവസം മാത്രം മൂപ്പുള്ള ലാൽ ഗോഡ്ര എന്ന നെല്ലിനം കേരളത്തിൽ ആദ്യമായി കൃഷി ചെയ്തത് ഇവിടെയാണ്. പരമ്പരാഗത നെല്ലിനങ്ങളായ ഉമ, പൊന്മണി എന്നിവയെ അപേക്ഷിച്ച് ഇരട്ടി വിളവാണ് ലാൽ ഗോഡ്ര നൽകുന്നതെന്ന് കർഷകരും കൃഷി വിദഗ്ധരും ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പരീക്ഷണ കൃഷിയായതിനാൽ തുടക്കത്തിൽ ഒട്ടനവധി ആശങ്കകൾ നാസറിനുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറെ യോജിച്ച നെല്ലിനമാണിതെന്ന് വിളവിലൂടെ തെളിയിച്ചിരിക്കുകയാണ് കർഷകർ. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ADAയുടെയും കീഴിൽ ആത്മ എന്ന പദ്ധതി പ്രകാരം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലാൽ ഗോഡ്ര എന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊടുന്നൊരു നെൽവിത്ത് ഇവിടെ പരീക്ഷിക്കുന്നത്. കേരളത്തിന് അനുയോജ്യമായ കാലാവസ്ഥയാവോ ബംഗാളിലെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയിലും ഈ നെല്ല് ഇത്രയ്ക്ക് വിജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ നെല്ല് വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ ഉമ നെല്ലിനേക്കാൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്ന 2 നെല്ലാണ് ഉമ, പൊന്മണി. അതിനേക്കാളും നമുക്ക് കൂടുതൽ വിളവാണ് ഇതിൽ കിട്ടിയത്. നെൽ കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓലക്കരിച്ചിൽ, വേരിച്ചയിൽ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വെളുത്ത അരിമണികൾ നൽകുന്ന മികച്ച ഇനം നെല്ലിനമാണ് ലാൽ ഗോഡ്ര എന്ന് നാസർ പറയുന്നു. കർഷകന് മറ്റ് നെല്ലിനങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി ലാഭം നൽകുന്ന ഈ ഇനത്തിന്റെ വിത്ത് ആവശ്യക്കാർക്ക് നൽകുമെന്നും നാസർ വ്യക്തമാക്കി. അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ സുജിത്ത് PG, വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിബിൻ MN തുടങ്ങിയ ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി അംഗങ്ങളും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ.